ഹായ് ഹലോ വെൽക്കം ടു നേത്യാസ് മാജിക്. എല്ലാവർക്കും നേത്യാസ് മാജിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൽ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ മലബാറുകാരുടെ സ്പെഷ്യൽ പാൽ പൊറോട്ട ചെയ്യാനായി ഞാനിവിടെ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആട്ടമാവിൽ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. പക്ഷേ മൈദമാവിൽ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ പൊറോട്ടയുടെ സ്വാദ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-2.5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ ഒരു പൊറോട്ടയ്ക്ക് ആ ഒരു മുരുമുരുപ്പൊക്കെ കിട്ടാനായി. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയാണ് ചേർക്കേണ്ടത്. അപ്പോൾ 1 മുട്ട മതി കേട്ടോ. അപ്പോൾ അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാവാൻ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ ഡയറക്റ്റ് ഒന്നും ചേർക്കരുത്. നമ്മുടെ പൊറോട്ടയുടെ പരുവം ശരിയാവില്ല. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ നെയ്യ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ഇപ്പോൾ 2 സ്പൂൺ വേണമെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ, നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായി. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫുൾ മാവ് നമ്മൾ പാലിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ച് കുഴച്ചാൽ മതി കേട്ടോ. ഇതിവിടെ ഞാൻ 1 കപ്പ് മൈദയ്ക്ക് എനിക്ക് 1/4 കപ്പ് പാലിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. കുറച്ച് നെയ്യ് കൂടി ചേർത്ത് നമുക്കിത് നന്നായി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഓരോ ബോൾസായിട്ട് എടുത്തൊന്ന് പരത്തിയെടുക്കാം. കൊച്ചു ബോൾ എടുത്താൽ മതി കേട്ടോ, ഒരുപാട് വലുതാവരുത്. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. എത്രത്തോളം തിന്നാക്കാം അത്രത്തോളം തിന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ ഈ മടക്ക് ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ആവശ്യത്തിന് വലുപ്പമുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബോളിനനുസരിച്ചിരിക്കും കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി മാവും ചെയ്തെടുക്കാം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഒരു ബോളും കൂടി ഇതേപോലെ ചെയ്തെന്ന് കാണിച്ചു തരാം. നല്ല എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു പൊറോട്ടയാണ് കേട്ടോ. നമ്മൾ മറ്റേ നമ്മുടെ കേരള പൊറോട്ടയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും. അതുപോലെ തന്നെ പരത്തി നമ്മൾ ആ ലെയറൊക്കെ കിട്ടി വരാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഇത് അത്രത്തോളം പാടൊന്നുമില്ല, എന്നാൽ നല്ല സ്വാദുള്ള പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യ് ആഡ് ചെയ്യുന്നില്ല. എത്രത്തോളം നെയ്യ് കുറച്ച് യൂസ് ചെയ്യുന്നു അത്രത്തോളം നമ്മളുടെ ഹെൽത്തിന് നല്ലതാണല്ലോ. അതുകൊണ്ട് ഞാൻ നെയ്യ് തടവുന്നില്ല. അപ്പം അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നമ്മളിത് മടക്കുന്ന സമയത്ത് കുറച്ച് നെയ്യൊന്ന് തടവി കുറച്ച് മൈദാമാവും കൂടി ഇട്ടതിന് ശേഷം ഫോൾഡ് ചെയ്തിട്ട് പരത്തിയാൽ മതി കേട്ടോ. പിന്നെ ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ പൊറോട്ട ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലർ നമ്മൾ പൂരിയൊക്കെ ചെയ്യുന്നത് പോലെ എണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ ഇതിട്ട് പൂരിയൊക്കെ ചെയ്യുന്ന പോലെ പൊരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായി പൊങ്ങി വരും. അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ അത് ചെയ്യുന്നില്ല. ഇതൊന്ന് തിരിച്ചിട്ടിട്ട് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ അതിൻ്റെ പുറത്ത്. അപ്പോൾ മറ്റേതുപോലെ ചെയ്യുമ്പോൾ അത് ഒരുപാട് നെയ്യ് അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അത് നമ്മളുടെ ഹെൽത്തിനൊന്നും അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. അല്ലാതെ ഒരു സൈഡ് ഫുള്ള് കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇപ്പോൾ നന്നായി പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ പൊങ്ങുന്നത് പോലെ. നമ്മളുടെ മാവ് അത്രത്തോളം സോഫ്റ്റായി കിട്ടിയാലേ നമുക്ക് ഈ ഒരു പരുവത്തിന് നമ്മളുടെ പൊറോട്ട കിട്ടുള്ളൂ. നന്നായി പൊങ്ങി വരുന്നുണ്ട്. അപ്പം എല്ലാ സൈഡും
കുക്കായി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാസറോളിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ടയും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ പൊറോട്ട ഇവിടെ റെഡിയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പൊറോട്ടയാണ് കേട്ടോ. നമ്മളുടെ സാധാ പൊറോട്ടയെക്കാട്ടിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, എന്നാൽ അത്രത്തോളം തന്നെ ടേസ്റ്റ് ഉള്ളൊരു പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഞാൻ എൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. നല്ല ലെയേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.